ടൈം മാനേജ്മെന്റ്, ശ്രദ്ധയുടെ സമ്പദ്വ്യവസ്ഥയും നിങ്ങളും. ദ അറ്റൻഷൻ എക്കോണമി ആൻഡ് യു. 19-ാം നൂറ്റാണ്ടിലെ വ്യാവസായിക വിപ്ലവത്തിന്റെ, ഇൻഡസ്ട്രിയൽ റെവല്യൂഷന്റെ കാലത്താണ് ഇന്ന് നമ്മൾ കാണുന്ന തരത്തിലുള്ള ടൈം മാനേജ്മെന്റ് ആശയങ്ങൾ രൂപപ്പെടുന്നത്. അക്കാലത്ത് ഫാക്ടറി തൊഴിലാളികൾ ഒരു നിശ്ചിത സമയത്തിനുള്ളിൽ എത്ര ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നു എന്നതായിരുന്നു പ്രധാനം. അവിടെ സമവാക്യം ലളിതമായിരുന്നു: കൂടുതൽ സമയം ഇസ് ഈക്വൽ ടു കൂടുതൽ ഉൽപാദനം. എന്നാൽ ഇന്ന് നമ്മൾ ജീവിക്കുന്നത് അറിവിന്റെ യുഗത്തിലാണ്. ഇന്ന് ഭൂരിഭാഗം ജോലികളും ശാരീരിക അധ്വാനമല്ല, മറിച്ച് മാനസിക അധ്വാനമാണ് ആവശ്യപ്പെടുന്നത്. ഒരു സോഫ്റ്റ്വെയർ കോഡ് എഴുതുന്നതിനോ, ബിസിനസ് തന്ത്രം രൂപീകരിക്കുന്നതിനോ, ഒരു പുസ്തകം എഴുതുന്നതിനോ ഫാക്ടറിയിലെ ക്ലോക്ക് നോക്കി ജോലി ചെയ്യാൻ കഴിയില്ല. അവിടെയാണ് പരമ്പരാഗത ടൈം മാനേജ്മെന്റ് രീതി പരാജയപ്പെടുന്നത്. ദിവസത്തിൽ 12 മണിക്കൂർ കസേരയിൽ ഇരുന്നു എന്നതുകൊണ്ട് മാത്രം ഇന്ന് മികച്ച ഫലം ഉണ്ടാകണം എന്നില്ല. ഇന്നത്തെ ലോകത്ത് ഏറ്റവും മൂല്യമുള്ള വിഭവം പണമോ സ്വർണമോ അല്ല, അത് നിങ്ങളുടെ ശ്രദ്ധ അല്ലെങ്കിൽ അറ്റൻഷൻ ആണ്. സോഷ്യൽ മീഡിയ സൗജന്യമായാണ് നമുക്ക് സേവനങ്ങൾ നൽകുന്നത്, എന്നാൽ അവർ അതിലൂടെ സമ്പാദിക്കുന്നത് കോടികളാണ്. നിങ്ങൾ അവരുടെ ആപ്പിൽ എത്രയധികം സമയം നോക്കിയിരിക്കുന്നുവോ അത്രയധികം പരസ്യങ്ങൾ അവർക്ക് കാണിക്കാൻ സാധിക്കും. ഇതിനായി ലോകത്തിലെ ഏറ്റവും മികച്ച സൈക്കോളജിസ്റ്റുമാരും സോഫ്റ്റ്വെയർ എഞ്ചിനീയർമാരും ചേർന്നാണ് ആപ്പുകളുടെ അൽഗോരിതം നിർമ്മിക്കുന്നത്. നിങ്ങൾ ഒരു റീൽ കണ്ടു കഴിഞ്ഞാൽ അടുത്തത് ഏത് വരണമെന്ന് തീരുമാനിക്കുന്നത് ഈ അൽഗോരിതമാണ്. അത് നിങ്ങളുടെ തലച്ചോറിന് താൽക്കാലിക സന്തോഷം നൽകുന്ന ഡോപ്പമിൻ എന്ന ഹോർമോൺ ഉൽപ്പാദിപ്പിക്കുന്നു. ഫലമോ, നിങ്ങൾ അറിയാതെ തന്നെ മണിക്കൂറുകൾ അതിൽ തളച്ചിടപ്പെടുന്നു. സുവർണ നിയമം: നിങ്ങൾ ഒരു ഉൽപ്പന്നത്തിന് പണം നൽകുന്നില്ലെങ്കിൽ അവിടെ നിങ്ങൾ തന്നെയാണ് ഉൽപ്പന്നം. കൂടുതൽ കൃത്യമായി പറഞ്ഞാൽ നിങ്ങളുടെ ശ്രദ്ധയാണ് അവിടെ വിൽപ്പന ചരക്ക്. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. എലോൺ മസ്കിനും സച്ചിൻ ടെണ്ടുൽക്കർക്കും നിങ്ങൾക്കും ദിവസത്തിൽ 24 മണിക്കൂർ മാത്രമേയുള്ളൂ. അതുകൊണ്ട് എനിക്ക് സമയമില്ല എന്ന് പറയുന്നത് ഒരു തെറ്റായ വാദമാണ്. ശരിക്കുള്ള പ്രശ്നം ആ സമയത്ത് നിങ്ങൾക്കുള്ള ഊർജമില്ലായ്മയാണ്. മനുഷ്യന്റെ ഊർജത്തെ പ്രധാനമായും 4ആയി തിരിക്കാം. ശാരീരിക ഊർജം അഥവാ ഫിസിക്കൽ എനർജി. നിങ്ങളുടെ ശരീരത്തിന് എത്രത്തോളം കരുത്തുണ്ട്, ഉറക്കം, ആഹാരം, വ്യായാമം എന്നിവയെ ആശ്രയിച്ചിരിക്കുന്നു. മാനസിക ഊർജം അഥവാ മെന്റൽ എനർജി. എത്രത്തോളം ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ തലച്ചോറിന് സാധിക്കുന്നു. നിങ്ങളുടെ വിശകലന ശേഷിയാണ് ഇവിടെ അളക്കുന്നത്. വൈകാരിക ഊർജം, ഇമോഷണൽ എനർജി. നിങ്ങളുടെ മനസ്സ് എത്രത്തോളം ശാന്തവും പോസിറ്റീവുമാണ്. ദേഷ്യവും സങ്കടവും ഊർജം ചോർത്തും. ആത്മീയ ഊർജം, സ്പിരിച്വൽ എനർജി. നിങ്ങൾ ചെയ്യുന്ന ജോലിക്ക് എന്തെങ്കിലും ലക്ഷ്യബോധമുണ്ടോ എന്നതാണ് ഇവിടെ ചോദ്യം. ഈ 4 ഊർജങ്ങളും ശരിയായ രീതിയിൽ നിലനിർത്തുമ്പോൾ മാത്രമേ സമയത്തെ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയൂ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ മാനസിക ഊർജം ഉയർന്ന നിലയിലായിരിക്കും, എന്നാൽ രാത്രിയാകുമ്പോഴേക്കും അത് കുറയുന്നു. അതുകൊണ്ട് ഏറ്റവും കഠിനമായ ജോലികൾ ഊർജം കൂടുതലുള്ള സമയത്തും ലളിതമായ ജോലികൾ ഊർജം കുറഞ്ഞ സമയത്തും ചെയ്യുക എന്നതാണ് ആധുനിക ടൈം മാനേജ്മെന്റ് രീതി. മൾട്ടി ടാസ്കിംഗ് എന്ന മിഥ്യാധാരണ, ദ മിത്ത് ഓഫ് മൾട്ടി ടാസ്കിംഗ്. കമ്പ്യൂട്ടറുകൾ ഒരേ സമയം ഒന്നിലധികം പ്രോഗ്രാമുകൾ പ്രവർത്തിപ്പിക്കുന്നത് കണ്ട് പ്രചോദനം ഉൾക്കൊണ്ടാണ് മനുഷ്യനും മൾട്ടി ടാസ്കിംഗ് എന്ന ആശയം കടമെടുത്തത്. എന്നാൽ കമ്പ്യൂട്ടറുകളുടെ പ്രോസസ്സറും മനുഷ്യന്റെ മസ്തിഷ്കവും പ്രവർത്തിക്കുന്നത് 2 രീതിയിലാണ്. മനുഷ്യന്റെ തലച്ചോറിലെ പ്രീഫ്രണ്ടൽ കോർട്ടെക്സ് എന്ന ഭാഗമാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനും തീരുമാനങ്ങൾ എടുക്കാനും സഹായിക്കുന്നത്. ഈ ഭാഗത്തിന് ഒരു സമയം ഒരു കാര്യത്തിൽ മാത്രമേ പൂർണ്ണമായി ശ്രദ്ധിക്കാൻ കഴിയൂ. നിങ്ങൾ ഒരേ സമയം 2 കാര്യങ്ങൾ ചെയ്യുമ്പോൾ, ഉദാഹരണത്തിന് ഡ്രൈവ് ചെയ്യുമ്പോൾ ഫോണിൽ സംസാരിക്കുക, തലച്ചോർ 2 ജോലികളും ഒന്നിച്ച് ചെയ്യുകയല്ല, പകരം അത് വളരെ വേഗത്തിൽ ഡ്രൈവിംഗിൽ നിന്ന് ഫോണിലേക്കും ഫോണിൽ നിന്ന് ഡ്രൈവിംഗിലേക്കും സ്വിച്ച് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഈ മാറി മാറിപ്പോകൽ വളരെ വേഗത്തിൽ നടക്കുന്നതുകൊണ്ട് നമ്മൾ വിചാരിക്കും നമ്മൾ മിടുക്കരാണെന്ന്. എന്നാൽ ഇതിന് വലിയൊരു വില നൽകേണ്ടി വരുന്നുണ്ട്. സമയം നഷ്ടപ്പെടുന്നു. ഓരോ തവണ ജോലി ചെയ്യുമ്പോഴും തലച്ചോറിന് പുതിയ ജോലിയുടെ പശ്ചാത്തലം മനസ്സിലാക്കാൻ സമയം വേണം. ഇതിനെയാണ് ശാസ്ത്രജ്ഞർ സ്വിച്ചിങ് കോസ്റ്റ് എന്ന് വിളിക്കുന്നത്. തെറ്റുകൾ കൂടുന്നു. ശ്രദ്ധ മാറി മാറി വരുമ്പോൾ തെറ്റുകൾ സംഭവിക്കാനുള്ള സാധ്യത 50% വർദ്ധിക്കുന്നു. മാനസിക സമ്മർദ്ദം, സ്ട്രെസ്.
നിരന്തരം ജോലി മാറുന്നത് തലച്ചോറിനെ ക്ഷീണിപ്പിക്കുകയും കോർട്ടിസോൾ എന്ന സ്ട്രെസ് ഹോർമോൺ കൂട്ടുകയും ചെയ്യുന്നു. അറ്റൻഷൻ റെസിഡ്യൂ. പ്രൊഫസർ ജാക്കിൻ ലെറോയ് കണ്ടെത്തിയ പ്രതിഭാസമാണിത്. നിങ്ങൾ ഒരു ജോലിയിൽ നിന്ന് മറ്റൊന്നിലേക്ക് മാറുമ്പോൾ നിങ്ങളുടെ ശ്രദ്ധയുടെ ഒരു ഭാഗം പഴയ ജോലിയിൽ തന്നെ കുടുങ്ങിക്കിടക്കും. അതുകൊണ്ട് പുതിയ ജോലി പൂർണ്ണമായ കാര്യക്ഷമതയോടെ ചെയ്യാൻ കഴിയില്ല. ശ്രദ്ധ ചിതറിപ്പോകുന്ന ഇന്നത്തെ കാലത്തെ ഏറ്റവും വലിയ സൂപ്പർ പവറാണ് ഡീപ്പ് വർക്ക് അഥവാ ആഴത്തിലുള്ള ജോലി. യാതൊരുവിധ തടസ്സങ്ങളുമില്ലാതെ കഠിനമായ ജോലികൾ ചെയ്യാനുള്ള കഴിവാണിത്. ഡീപ്പ് വർക്കിലേക്ക് പ്രവേശിക്കാൻ ചില പ്രായോഗിക മാർഗങ്ങളുണ്ട്. സമയം നിശ്ചയിക്കുക. ദിവസവും ഒരു നിശ്ചിത സമയം, ഉദാഹരണത്തിന് രാവിലെ 6 മുതൽ 8 വരെ ഡീപ്പ് വർക്കിനായി മാറ്റിവെക്കുക. പരിസ്ഥിതി ഒരുക്കുക. ഫോൺ സൈലന്റ് ആക്കി മറ്റൊരു മുറിയിൽ വെക്കുക. കമ്പ്യൂട്ടറിൽ ആവശ്യമില്ലാത്ത എല്ലാ ടാബുകളും ക്ലോസ് ചെയ്യുക. വീട്ടുകാരോട് ഈ സമയത്ത് ശല്യം ചെയ്യരുതെന്ന് പറയുക. ആചാരങ്ങൾ ഉണ്ടാക്കുക. റിച്വൽസ്. ജോലി തുടങ്ങുന്നതിനു മുമ്പ് സ്ഥിരമായി ഒരു ചായ കുടിക്കുകയോ അല്ലെങ്കിൽ ഒരു പ്രത്യേകതരം മ്യൂസിക് കേൾക്കുകയോ ചെയ്യുക. ഇത് തലച്ചോറിന് ഇനി ശ്രദ്ധിക്കേണ്ട സമയമാണ് എന്ന് സൂചന നൽകും. നിങ്ങളുടെ നിലവിലെ യാഥാർത്ഥ്യത്തിന്റെ ഓഡിറ്റിംഗ് യുവർ കറന്റ് റിയാലിറ്റി. ഭൂരിഭാഗം ആളുകളോടും അവരുടെ സമയം എവിടെ പോകുന്നു എന്ന് ചോദിച്ചാൽ കൃത്യമായ ഒരു ഉത്തരം ഉണ്ടാകില്ല. ഞാൻ എപ്പോഴും ബിസിയാണ്, പക്ഷെ ഒന്നും തീരുന്നില്ല. ഇതാണ് പൊതുവായ അവസ്ഥ. നമ്മൾ വിചാരിക്കുന്ന സമയവും നമ്മൾ യഥാർത്ഥത്തിൽ ചെലവഴിക്കുന്ന സമയവും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. പെർസീവ്ഡ് ടൈം ആൻഡ് ആക്ച്വൽ ടൈം. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ആദ്യം നിങ്ങൾ എവിടെയൊക്കെയാണ് പണം ചെലവഴിക്കുന്നത് എന്ന് കണക്കെടുക്കണം. അതുപോലെ തന്നെയാണ് സമയവും. നിങ്ങളുടെ സമയത്തെ ശരിയായി വിനിയോഗിക്കാൻ ആദ്യം നിലവിൽ അതെങ്ങോട്ടാണ് പോകുന്നത് എന്ന് കണ്ടെത്തണം. അതിനുള്ള ശാസ്ത്രീയ മാർഗമാണ് ടൈം ഓഡിറ്റിംഗ്. അടുത്ത ഒരാഴ്ചത്തേക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ 30 മിനിറ്റും നിങ്ങൾ എന്തിനാണ് ഉപയോഗിച്ചത് എന്ന് കൃത്യമായി എഴുതി വെക്കുക. ഇതിനായി ഒരു ചെറിയ പോക്കറ്റ് ഡയറിയോ അല്ലെങ്കിൽ മൊബൈൽ ആപ്പുകളോ ഉപയോഗിക്കാം. ശ്രദ്ധിക്കുക, ദിവസത്തിന്റെ അവസാനം ഓർത്തെടുത്തെഴുതരുത്. അത് കൃത്യമാകില്ല. ഓരോ 2 മണിക്കൂർ കൂടുമ്പോഴും ആ സമയത്ത് ചെയ്ത കാര്യം രേഖപ്പെടുത്തണം. 7-ാം ദിവസം രാത്രി ഈ ഡയറി മുഴുവനായി പരിശോധിക്കുക. നിങ്ങളുടെ സമയത്തെ താഴെ പറയുന്ന വിഭാഗങ്ങളായി തരംതിരിക്കുക. യഥാർത്ഥ ജോലി, കോർ വർക്ക്, നിങ്ങളുടെ ലക്ഷ്യങ്ങളിലേക്ക് നിങ്ങളെ നയിക്കുന്ന ജോലികൾ. അഡ്മിൻ ജോലികൾ, ഇമെയിൽ നോക്കൽ, മീറ്റിംഗുകൾ, ബില്ലുകൾ അടയ്ക്കൽ തുടങ്ങിയവ. വ്യക്തിപരമായ സമയം, പേഴ്സണൽ ടൈം, കുടുംബത്തോടൊപ്പം ചെലവഴിക്കുന്നത്, ആരോഗ്യം, ഉറക്കം. അദൃശ്യ ചോർച്ചകൾ, ടൈം വാമ്പയേഴ്സ്, സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, അനാവശ്യ ഫോൺ കോളുകൾ, നെറ്റ്ഫ്ലിക്സ്. സമയ ചോർച്ചകൾ കണ്ടെത്തൽ, സ്പോട്ടിംഗ് ദ ലീക്സ്. ഈ വിശകലനത്തിലൂടെ നിങ്ങൾ ചില കാര്യങ്ങൾ തിരിച്ചറിയും. ദിവസവും 3 മണിക്കൂറിലധികം നിങ്ങൾ സോഷ്യൽ മീഡിയയിൽ മാത്രം ചെലവഴിക്കുന്നുണ്ടെന്ന് ഫോണിലെ ഡിജിറ്റൽ വെൽബീയിങ് നോക്കിയാൽ മനസ്സിലാകും. ആഴ്ചയിൽ 21 മണിക്കൂറാണത്. അതായത് ഒരു വർഷം ഏതാണ്ട് 1 മാസം നിങ്ങൾ ഫോണിന്റെ സ്ക്രീനിലേക്ക് നോക്കി മാത്രം കളയുന്നു. സമയം കളയുന്ന ഘടകങ്ങൾ, ടൈം ലീക്സ്, പരിഹാര മാർഗങ്ങൾ. ആപ്പുകളുടെ നോട്ടിഫിക്കേഷൻ പൂർണ്ണമായും ഓഫ് ചെയ്യുക. മെയിലിലൂടെ തീർക്കാവുന്ന കാര്യങ്ങൾക്ക് മീറ്റിംഗ് ഒഴിവാക്കുക. തലേ ദിവസം രാത്രി തന്നെ അടുത്ത ദിവസത്തെ കാര്യങ്ങൾ കുറിക്കുക. ബയോളജിക്കൽ ക്ലോക്ക് കണ്ടെത്തുക, ബയോളജിക്കൽ പീക്ക് ടൈം. ടൈം ഓഡിറ്റിംഗിന്റെ മറ്റൊരു പ്രധാന ലക്ഷ്യം നിങ്ങളുടെ ശരീരത്തിന്റെ ഊർജ്ജനില മനസ്സിലാക്കുക എന്നതാണ്. ചില ആളുകൾ രാവിലെ മികച്ച രീതിയിൽ ജോലി ചെയ്യുന്നവരാണ്, ഏർലി ബേർഡ്സ്. എന്നാൽ മറ്റു ചിലർക്ക് രാത്രിയായിരിക്കും കൂടുതൽ ശ്രദ്ധ കിട്ടുന്നത്, നൈറ്റ് ഔൾസ്. നിങ്ങളുടെ ഏറ്റവും ഉയർന്ന ഊർജമുള്ള 3-4 മണിക്കൂർ ഏതാണെന്ന് കണ്ടെത്തുക. ആ സമയത്ത് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ടതും കഠിനവുമായ കാര്യങ്ങൾ ചെയ്യാൻ മാറ്റിവെക്കുക. ഊർജം കുറഞ്ഞ സമയങ്ങളിൽ ഇമെയിൽ മറുപടികൾ, ക്ലീനിംഗ് തുടങ്ങിയ ലളിതമായ കാര്യങ്ങൾ ചെയ്യുക. താഴെ പറയുന്ന കാര്യങ്ങൾ ഇന്നു തന്നെ ചെയ്യുക. ഫോൺ സ്ക്രീൻ ടൈം പരിശോധിക്കുക. നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി കഴിഞ്ഞ ഒരാഴ്ചത്തെ ശരാശരി ഉപയോഗം എത്രയെന്ന് നോക്കി ഡയറിയിൽ കുറിക്കുക. ഇത് നിങ്ങളുടെ യഥാർത്ഥ അവസ്ഥ ബോധ്യപ്പെടുത്തും. ഒരു നോട്ടിഫിക്കേഷൻ ഡയറ്റ് ആരംഭിക്കുക. വാട്സാപ്പ്, ഇൻസ്റ്റഗ്രാം, ഫേസ്ബുക്ക് എന്നിവയുടെ നോട്ടിഫിക്കേഷൻ ടോൺ ഓഫാക്കുക. നിങ്ങൾക്ക് ആവശ്യമുള്ളപ്പോൾ മാത്രം ആപ്പ് തുറന്ന് മെസ്സേജുകൾ കാണുക. നാളെ രാവിലെ 1 മണിക്കൂർ ഡീപ്പ് വർക്ക്.
നാളെ രാവിലെ ഫോൺ തൊടാതെ മറ്റൊന്നിനും ശ്രദ്ധ കൊടുക്കാതെ നിങ്ങളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ജോലി മാത്രം ചെയ്യാൻ 60 മിനിറ്റ് മാറ്റിവെക്കുക. തീവ്രമായ മുൻഗണനാ ക്രമീകരണം, ദ ആർട്ട് ഓഫ് അഗ്രസീവ് പ്രയോറിറ്റൈസേഷൻ. നമ്മളിൽ ഭൂരിഭാഗം ആളുകളും ടൈം മാനേജ്മെന്റ് തുടങ്ങുന്നത് ഒരു ടു ഡു ലിസ്റ്റ് എഴുതിക്കൊണ്ടാണ്. രാവിലെ എഴുന്നേറ്റ് ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾ ഒന്നിനു താഴെ ഒന്നായി എഴുതി വെക്കുന്നു. ആദ്യ നോട്ടത്തിൽ ഇത് നല്ലൊരു ശീലമായി തോന്നാം. എന്നാൽ വൈകുന്നേരം ആകുമ്പോഴേക്കും ഈ ലിസ്റ്റിലെ പകുതി കാര്യങ്ങൾ പോലും തീർക്കാൻ പറ്റിയിട്ടുണ്ടാകില്ല. ഇത് നമ്മളിൽ വലിയൊരു നിരാശയുണ്ടാക്കും. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? ടു ഡു ലിസ്റ്റുകളുടെ പ്രധാന പ്രശ്നം അവയിൽ മുൻഗണനകൾ ഇല്ല, പ്രയോറിറ്റീസ് ഇല്ല എന്നതാണ്. ലിസ്റ്റിലെ ഒന്നാമത്തെ കാര്യം ഒരു പക്ഷെ 10 മിനിറ്റ് കൊണ്ട് ചെയ്യാവുന്ന ഒരു ചെറിയ ബാങ്ക് ബില്ലടയ്ക്കലായിരിക്കും. 10ാമത്തെ കാര്യം നിങ്ങളുടെ കരിയർ മാറ്റാൻ പോകുന്ന ഒരു വലിയ പ്രോജക്റ്റിന്റെ പ്ലാനിംഗ് ആയിരിക്കാം. നമ്മുടെ തലച്ചോറിന്റെ സ്വാഭാവിക രീതി എളുപ്പമുള്ള കാര്യങ്ങൾ ആദ്യം ചെയ്തു തീർക്കുക എന്നതാണ്. ഫലമോ? ദിവസാവസാനം നിങ്ങൾ ഒരുപാട് ചെറിയ കാര്യങ്ങൾ ചെയ്തു തീർത്തിട്ടുണ്ടാകും. പക്ഷെ ഏറ്റവും പ്രധാനപ്പെട്ട വലിയ കാര്യം അങ്ങനെ തന്നെ കിടക്കുന്നുണ്ടാകും. ഓർക്കുക, എല്ലാ ജോലികളും ഒരേ പ്രാധാന്യമുള്ളവയല്ല. ബിസി ആയിരിക്കുക എന്നതും ഉൽപാദനക്ഷമതയുള്ളവരായിരിക്കുക എന്നതും രണ്ടാണ്. ഐസൻഹോവർ മാട്രിക്സ് ജോലികളെ അവയുടെ അടിയന്തരത അഥവാ അർജൻസി, പ്രാധാന്യം, ഇമ്പോർട്ടൻസ് എന്നിവയുടെ അടിസ്ഥാനത്തിൽ 4ആയി തിരിക്കുന്നു. പെട്ടെന്ന് തീർക്കേണ്ട വലിയ പ്രശ്നങ്ങൾ, നാളെ സമർപ്പിക്കേണ്ട പ്രോജക്റ്റുകൾ, ഇവ ഉടൻ ചെയ്യുക. ദീർഘകാല ലക്ഷ്യങ്ങൾ, പഠനം, ആരോഗ്യം, പ്ലാനിംഗ്. വിജയികളായ മനുഷ്യർ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിക്കുന്നത് ഇവിടെയാണ്. ഇതിനായി കലണ്ടറിൽ സമയം മാറ്റിവെക്കുക. അനാവശ്യ ഫോൺ കോളുകൾ, ചില ഇമെയിലുകൾ, മറ്റുള്ളവരുടെ ആവശ്യങ്ങൾ, ഇവ ചെയ്യാൻ മറ്റാരെയെങ്കിലും ചുമതലപ്പെടുത്തുക. ഡെലഗേറ്റ്. സോഷ്യൽ മീഡിയ സ്ക്രോളിംഗ്, അനാവശ്യ TV കാണൽ, ഇവ നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പൂർണ്ണമായും ഒഴിവാക്കുക. പാരറ്റോ തത്വം അഥവാ 80-20 റൂൾ. ഇറ്റാലിയൻ സാമ്പത്തിക ശാസ്ത്രജ്ഞനായ വിൽഫ്രെഡോ പാരറ്റോ കണ്ടെത്തിയ ഒരു സാർവത്രിക സത്യമാണിത്. നിങ്ങളുടെ 80% ഫലങ്ങളും ഉണ്ടാകുന്നത് നിങ്ങളുടെ 20% പരിശ്രമങ്ങളിൽ നിന്നാണ്. നിങ്ങളുടെ ടു ഡു ലിസ്റ്റിൽ 10 കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതിലെ 2 കാര്യങ്ങൾ മാത്രമായിരിക്കും നിങ്ങൾക്ക് ജീവിതത്തിൽ 80% വളർച്ച നൽകുന്നത്. ആ 2 കാര്യങ്ങളെ കണ്ടെത്തുകയും ബാക്കി 8 കാര്യങ്ങളെക്കാൾ മുൻപ് അത് ചെയ്തു തീർക്കുകയും ചെയ്യുക. ടൈം ബ്ലോക്കിങ്ങും ടൈം ബോക്സിങ്ങും. ടു ഡു ലിസ്റ്റുകൾ പരാജയപ്പെടുന്നിടത്താണ് ടൈം ബ്ലോക്കിംഗ് എന്ന ആശയം വരുന്നത്. ചെയ്യാവുന്ന കാര്യങ്ങളുടെ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുന്നതിന് പകരം ഏത് ജോലി എപ്പോൾ എത്ര സമയം കൊണ്ട് ചെയ്യും എന്ന് നിങ്ങളുടെ കലണ്ടറിൽ മുൻകൂട്ടി രേഖപ്പെടുത്തുന്ന രീതിയാണിത്. ടൈം ബ്ലോക്കിങ്ങും ടൈം ബോക്സിങ്ങും തമ്മിൽ വ്യത്യാസമുണ്ട്. ടൈം ബ്ലോക്കിംഗ് ഒരു പ്രത്യേക ജോലി ചെയ്യാനായി കലണ്ടറിൽ ഒരു നിശ്ചിത സമയം നീക്കിവെക്കുന്ന പ്രക്രിയ. ഉദാഹരണത്തിന് കത്തുകൾക്ക് മറുപടി നൽകാൻ വൈകുന്നേരം 4 മുതൽ 5 വരെയുള്ള സമയം മാറ്റിവെക്കുന്നു. ടൈം ബോക്സിംഗ് എന്നാൽ ഒരു ജോലിക്ക് ചെയ്യാൻ പരമാവധി എത്ര സമയം നൽകാം എന്ന് മുൻകൂട്ടി ഒരു ബോക്സ് നിശ്ചയിക്കുന്ന രീതിയാണ്. ഉദാഹരണത്തിന്, ഈ പ്രോജക്റ്റ് പ്ലാൻ ഞാൻ പരമാവധി 2 മണിക്കൂർ കൊണ്ട് തീർക്കും. അതിൽ കൂടുതൽ സമയം ഇതിന് നൽകില്ല. ഇത് പാർക്കിൻസൺസ് നിയമത്തെ അടിസ്ഥാനമാക്കിയിട്ടുള്ളതാണ്. പാർക്കിൻസൺസ് നിയമം ഇതാണ്: ഒരു ജോലി തീർക്കാൻ നമ്മൾ എത്രത്തോളം സമയം അനുവദിക്കുന്നുവോ അത്രത്തോളം ആ ജോലി നീണ്ടുപോകും. 1 മാസം കൊണ്ട് തീർക്കേണ്ട പ്രോജക്റ്റ് നമ്മൾ 1 മാസം എടുത്തു തന്നെ മാത്രമേ തീർക്കൂ. എന്നാൽ അത് ഒരാഴ്ച കൊണ്ട് തീർക്കണം എന്ന് കർശനമായി നിശ്ചയിച്ചാൽ തലച്ചോർ അതിനനുസരിച്ച് വേഗത്തിൽ പ്രവർത്തിക്കും. റിയാക്റ്റീവ് കലണ്ടർ വേഴ്സസ് പ്രോ ആക്റ്റീവ് കലണ്ടർ. റിയാക്റ്റീവ് കലണ്ടർ രാവിലെ എഴുന്നേൽക്കുന്നു, മറ്റുള്ളവർ അയക്കുന്ന മെയിലുകൾക്കും മെസ്സേജുകൾക്കും മറുപടി നൽകുന്നു, ആരെങ്കിലും വിളിച്ചാൽ മീറ്റിംഗിലേക്ക് പോകുന്നു. ഇവിടെ നിങ്ങളുടെ ദിവസം നിയന്ത്രിക്കുന്നത് മറ്റുള്ളവരാണ്. പ്രോ ആക്റ്റീവ് കലണ്ടർ ദിവസം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിങ്ങളുടെ മുൻഗണനകൾ കലണ്ടറിൽ അടയാളപ്പെടുത്തുന്നു. പ്രധാന ജോലികൾക്കുള്ള സമയം ലോക്ക് ചെയ്യുന്നു. മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്കായി ദിവസത്തിന്റെ അവസാന ഭാഗം മാത്രം മാറ്റിവെക്കുന്നു. ഒരു മികച്ച ദിനചര്യയുടെ ഘടന. ദി അനാട്ടമി ഓഫ് എ പെർഫെക്റ്റ് റൂട്ടീൻ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ, മുൻ അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമയോ അല്ലെങ്കിൽ ഫേസ്ബുക്ക് സ്ഥാപകൻ മാർക്ക് സക്കർബർഗോ ഒരേ തരത്തിലുള്ള വസ്ത്രങ്ങൾ മാത്രം സ്ഥിരമായി ധരിക്കുന്നത് എന്തുകൊണ്ടാണെന്ന്?
അതിന്റെ പിന്നിൽ വലിയൊരു മനഃശാസ്ത്രമുണ്ട്. അതിനെയാണ് ഡിസിഷൻ ഫറ്റീഗ് എന്ന് വിളിക്കുന്നത്. മനുഷ്യൻ ഒരു ദിവസം എടുക്കുന്ന തീരുമാനങ്ങളുടെ എണ്ണത്തിന് ഒരു പരിധിയുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഇന്ന് എന്ത് വസ്ത്രം ധരിക്കണം, രാവിലെ എന്ത് ഭക്ഷണം കഴിക്കണം, ആദ്യം ഏത് ജോലി ചെയ്യണം എന്നിങ്ങനെ ചെറിയ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ തന്നെ നമ്മുടെ മാനസിക ഊർജം ചോർന്നു പോകുന്നു. പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ ശരിയായ തീരുമാനമെടുക്കാൻ കഴിയാതെ വരുന്നു. ഇതിനുള്ള പരിഹാരമാണ് ദിനചര്യകൾ അഥവാ റുട്ടീനുകൾ. കാര്യങ്ങൾ ഒരു ശീലമാകുമ്പോൾ തലച്ചോറിന് ചിന്തിക്കേണ്ടി വരുന്നില്ല. രാവിലെ എഴുന്നേറ്റ ഉടനെ ഫോൺ എടുത്ത് സോഷ്യൽ മീഡിയ നോക്കുന്ന ശീലം നിങ്ങളുടെ തലച്ചോറിനെ രാവിലെ തന്നെ റിയാക്റ്റീവ് മോഡിലേക്ക് തള്ളിയിടും. മറ്റുള്ളവരുടെ ജീവിത വിജയങ്ങളും വാർത്തകളും കണ്ട് മനസ്സ് അസ്വസ്ഥമാകും. ഒരു മികച്ച മോർണിംഗ് റുട്ടീനിൽ 3 കാര്യങ്ങൾ ഉണ്ടായിരിക്കണം. ശാരീരിക ഉണർവ് അഥവാ മൂവ്മെന്റ്, 10 മിനിറ്റ് വ്യായാമം അല്ലെങ്കിൽ നടത്തം, ഇത് ശരീരത്തിലെ രക്തയോട്ടം കൂട്ടും. മാനസിക ശാന്തത, 5 മിനിറ്റ് ധ്യാനം അല്ലെങ്കിൽ ഡയറി എഴുത്ത്. ലക്ഷ്യബോധം, ഫോക്കസ്, ഇന്നത്തെ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ആ 20% ജോലി ഏതാണ് എന്നുറപ്പിക്കുക. പലരും മോർണിംഗ് റുട്ടീനെ കുറിച്ച് സംസാരിക്കാറുണ്ട്, എന്നാൽ അതിനേക്കാൾ പ്രധാനമാണ് ഈവനിംഗ് റുട്ടീൻ. നാളത്തെ ദിവസം മികച്ചതാക്കുന്നത് ഇന്ന് രാത്രി നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളെ ആശ്രയിച്ചാണ്. ഒരു മികച്ച ഈവനിംഗ് റുട്ടീൻ ഘടന: വർക്ക് ഷട്ട് ഡൗൺ, ജോലി കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ഓഫ് ചെയ്യുക, തീരാത്ത ജോലികൾ നാളത്തെ ലിസ്റ്റിലേക്ക് മാറ്റുക. തലച്ചോറിന് ഇനി വിശ്രമവേളയാണ് എന്ന സന്ദേശം നൽകുക. നാളത്തെ ദിവസത്തിന്റെ പ്ലാനിംഗ്: നാളെ ചെയ്യേണ്ട 3 പ്രധാന കാര്യങ്ങൾ രാത്രി തന്നെ ഡയറിയിൽ കുറിച്ചു വെക്കുക. ഇത് രാവിലെ എഴുന്നേൽക്കുമ്പോഴുണ്ടാകുന്ന ആശയക്കുഴപ്പം ഒഴിവാക്കും. ഡിജിറ്റൽ ഡിറ്റോക്സ്: ഉറങ്ങുന്നതിന് 1 മണിക്കൂർ മുമ്പ് ഫോൺ, TV എന്നിവ ഓഫ് ചെയ്യുക. ഫോണിൽ നിന്നുള്ള ബ്ലൂ ലൈറ്റ് നിങ്ങളുടെ ഉറക്കത്തെ സഹായിക്കുന്ന മെലറ്റോണിൻ എന്ന ഹോർമോണിനെ നശിപ്പിക്കുന്നു. ഈ ഭാഗത്തിലെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താഴെ പറയുന്നവ ചെയ്യുക. 80-20 ലിസ്റ്റ് തയ്യാറാക്കുക. നിങ്ങളുടെ കരിയറിലോ പഠനത്തിലോ ഏറ്റവും വലിയ മാറ്റം ഉണ്ടാക്കാൻ പോകുന്ന ആ 20% ജോലികൾ ഏതാണ് എന്ന് കണ്ടെത്തി ഡയറിയിൽ എഴുതുക. നാളെ ഒരു ടൈം ബോക്സ് വെക്കുക. നാളെ ചെയ്യാവുന്ന ഒരു ജോലിക്ക്, ഉദാഹരണത്തിന് റൂം ക്ലീൻ ചെയ്യൽ അല്ലെങ്കിൽ ഒരു അധ്യായം വായിക്കൽ, 30 മിനിറ്റ് എന്ന് ടൈമർ വെച്ച് ഇതെല്ലാം ചെയ്യുക. പാർക്കിൻസൺസ് നിയമത്തിന്റെ ശക്തി നിങ്ങൾ തിരിച്ചറിയും. രാത്രി പ്ലാനിംഗ് ശീലമാക്കുക. ഇന്ന് രാത്രി ഉറങ്ങുന്നതിന് മുമ്പ് നാളെ ചെയ്യേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട 3 കാര്യങ്ങൾ ഒരു പേപ്പറിൽ എഴുതി മേശപ്പുറത്ത് വയ്ക്കുക. മടിയുടെ മനഃശാസ്ത്രം: ഡീകൺസ്ട്രക്റ്റിംഗ് പ്രോക്രാസ്റ്റിനേഷൻ. ഈ ജോലി ഞാൻ നാളെ ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കുന്ന ശീലം നമ്മളിൽ ഭൂരിഭാഗം പേർക്കുമുണ്ട്. പലരും കരുതുന്നത് മടി എന്നത് സമയമില്ലായ്മ കൊണ്ടോ അല്ലെങ്കിൽ അലസത കൊണ്ടോ ഉണ്ടാകുന്ന ഒന്നാണെന്നാണ്. എന്നാൽ മടി സമയപരിപാലനത്തിന്റെ പ്രശ്നമല്ല, മറിച്ച് വികാരങ്ങളെ നിയന്ത്രിക്കാനുള്ള പരാജയമാണ്. ഇമോഷണൽ റെഗുലേഷൻ പ്രോബ്ലം. നിങ്ങൾ ഒരു ജോലി മാറ്റിവെക്കുമ്പോൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ആ ജോലിയെയല്ല മാറ്റിവെക്കുന്നത്, മറിച്ച് ആ ജോലി ചെയ്യുമ്പോൾ നിങ്ങൾക്കുണ്ടാകുന്ന വിരസത, പരാജയപ്പെടുമോ എന്ന ഭയം അല്ലെങ്കിൽ ആത്മവിശ്വാസമില്ലായ്മ തുടങ്ങിയ നെഗറ്റീവ് കാര്യങ്ങളെയാണ് നിങ്ങൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നത്. ആ സമയത്ത് ഫോൺ എടുത്ത് റീലുകൾ കാണുമ്പോൾ തലച്ചോറിന് താത്കാലികമായ ആശ്വാസം ലഭിക്കുന്നു. എന്നാൽ കുറച്ചു കഴിയുമ്പോൾ അത് കൂടുതൽ കുറ്റബോധത്തിലേക്കും മാനസിക സമ്മർദ്ദത്തിലേക്കും നയിക്കും. പ്രോക്രാസ്റ്റിനേഷൻ ലൂപ്പ്. മടി ഒരു ചക്രം പോലെയാണ് പ്രവർത്തിക്കുന്നത്. നമുക്ക് ചെയ്യാൻ കഠിനമായ ജോലികൾ ഉണ്ടെന്നിരിക്കട്ടെ, അപ്പോൾ മനസ്സിൽ അസ്വസ്ഥത നിറയുന്നു, ഭയമുണ്ടാകുന്നു. അങ്ങനെ നമ്മൾ ആ ജോലി പിന്നീട് ചെയ്യാം എന്ന് കരുതി മാറ്റിവെക്കുന്നു. താൽക്കാലിക ആശ്വാസത്തിനായി നമ്മൾ ഫോൺ നോക്കുകയോ TV കാണുകയോ ചെയ്യുന്നു. അതിനുശേഷം തന്റെ ജോലി ചെയ്തില്ലല്ലോ എന്ന കുറ്റബോധവും മാനസിക സമ്മർദ്ദവും കാരണം വീണ്ടും ജോലി മാറ്റിവെക്കപ്പെടുന്നു. ഈ ലൂപ്പ് തകർക്കാൻ ഞാൻ നാളെ മുതൽ കഠിനാധ്വാനം ചെയ്യും എന്ന വെറും ആഗ്രഹപ്രകടനം കൊണ്ട് സാധിക്കില്ല. അതിനായി ചില പ്രായോഗിക തന്ത്രങ്ങൾ ഉപയോഗിക്കണം. 5 മിനിറ്റ് റൂൾ. തലച്ചോറിന് ഒരു ജോലി തുടങ്ങാനാണ് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട്. അതുകൊണ്ട് നിങ്ങളോട് തന്നെ പറയുക, ഞാൻ ഈ ജോലി വെറും 5 മിനിറ്റ് മാത്രമേ ചെയ്യൂ. 5 മിനിറ്റ് കഴിഞ്ഞ് വേണമെങ്കിൽ നിർത്താം. എന്നാൽ ശാസ്ത്രീയമായി തെളിയിക്കപ്പെട്ടിട്ടുള്ളത്, നമ്മൾ ഒരിക്കൽ ഒരു ജോലി ചെയ്യാൻ തുടങ്ങിയാൽ അതിന്റെ ആ മൊമെന്റത്തിൽ എത്തിയാൽ അത് പൂർത്തിയാക്കാനുള്ള സാധ്യത 80% കൂടുതലാണെന്നാണ്.
ജോലിയെ ചെറുതാക്കുക. മൈക്രോ സ്റ്റെപ്സ്. ഒരു പുസ്തകം എഴുതണം അല്ലെങ്കിൽ വലിയൊരു പ്രോജക്റ്റ് തീർക്കണം എന്ന് ചിന്തിക്കുമ്പോൾ തലച്ചോർ ഭയപ്പെടുന്നു. അതിനു പകരം ഇന്ന് ഞാൻ ഒരു പാരഗ്രാഫ് മാത്രം എഴുതും, അല്ലെങ്കിൽ ഫയൽ തുറന്ന് ആദ്യത്തെ പേജ് മാത്രം വായിക്കും എന്നിങ്ങനെ ജോലിയെ ഏറ്റവും ചെറിയ ഭാഗങ്ങളായി വിഭജിക്കുക. ഉടൻ റിവാർഡ് നൽകുക. നിങ്ങൾക്കിഷ്ടമില്ലാത്ത ഒരു ജോലിയെ നിങ്ങൾക്കിഷ്ടമുള്ള ഒരു കാര്യവുമായി ബന്ധിപ്പിക്കുക. ഉദാഹരണത്തിന്, ഈ റിപ്പോർട്ട് എഴുതി കഴിഞ്ഞാൽ മാത്രമേ ഞാൻ എൻ്റെ പ്രിയപ്പെട്ട കാപ്പി കുടിക്കൂ എന്ന് നിശ്ചയിക്കുക. തന്ത്രപരമായ നോ പറയലിന്റെ ശക്തി. ദ പവർ ഓഫ് എ സ്ട്രാറ്റജിക് നോ. നിങ്ങൾ ഒരു അപ്രധാന കാര്യത്തിന് യെസ് എന്ന് പറയുമ്പോൾ അതിനർത്ഥം മറ്റെന്തോ പ്രധാനപ്പെട്ട കാര്യത്തിന് നിങ്ങൾ നോ പറയുന്നു എന്നാണ്. സഹപ്രവർത്തകൻ ആവശ്യപ്പെടുന്ന ഒരു അനാവശ്യ സഹായത്തിന് നിങ്ങൾ യെസ് പറയുമ്പോൾ വൈകുന്നേരം നിങ്ങളുടെ കുടുംബത്തോടൊപ്പം ചെലവഴിക്കേണ്ട സമയത്തിനോ അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം പ്രോജക്റ്റിനോ ആണ് നിങ്ങൾ നോ എന്ന് പറയുന്നത്. എന്നിട്ടും നമ്മൾ പലപ്പോഴും എല്ലാവരോടും യെസ് പറയുന്നു. ഇതിന് കാരണം പീപ്പിൾ പ്ലീസിംഗ് എന്ന മനോഭാവവും മറ്റുള്ളവർക്ക് നമ്മളോട് അതൃപ്തി തോന്നുമോ എന്ന ഭയവുമാണ്. വിജയികളായ വ്യക്തികൾ തങ്ങളുടെ സമയത്തിനു ചുറ്റും ശക്തമായ അതിരുകൾ നിർമ്മിക്കുന്നു. നിങ്ങളുടെ സമയം നിങ്ങളുടെ മാത്രം ഉത്തരവാദിത്തമാണ്. മറ്റുള്ളവർക്ക് നിങ്ങളുടെ കലണ്ടർ നിയന്ത്രിക്കാൻ അനുവാദം നൽകിയാൽ നിങ്ങളുടെ ജീവിത ലക്ഷ്യങ്ങൾ ഒരിക്കലും പൂർത്തിയാകില്ല. പ്രൊഫഷണലായി നോ പറയാൻ ചില മാതൃകകൾ താഴെ നൽകുന്നു. ഓഫീസിൽ സഹപ്രവർത്തകരോട്, ഞാൻ ഇപ്പോൾ ഈ പ്രധാനപ്പെട്ട പ്രോജക്റ്റിന്റെ തിരക്കിലാണ്. ഇതൊന്ന് തീർത്തതിന് ശേഷം വൈകുന്നേരം 4 മണിക്ക് ഞാൻ നിങ്ങളെ സഹായിക്കാം. ഇവിടെ നിങ്ങൾ നോ പറയുന്നില്ല, പകരം സമയം മാറ്റിവെക്കുന്നു. അനാവശ്യ മീറ്റിങ്ങുകളോട്, ഈ മീറ്റിംഗിന്റെ അജണ്ട ഞാൻ കണ്ടു. ഇതിൽ ഞാൻ നേരിട്ട് പങ്കെടുക്കുന്നതിനേക്കാൾ ഇതിന്റെ മിനിറ്റ്സ് അഥവാ സമ്മറി എനിക്ക് മെയിൽ ചെയ്താൽ എൻ്റെ അഭിപ്രായം ഞാൻ അറിയിക്കാം. അത് എൻ്റെ ഇപ്പോഴത്തെ ജോലി തീർക്കാൻ സഹായിക്കും. വ്യക്തി ജീവിതത്തിലാണെങ്കിൽ എന്നെ ക്ഷണിച്ചതിൽ ഒത്തിരി സന്തോഷം, പക്ഷെ ഈ ആഴ്ച വ്യക്തിപരമായ ചില തിരക്കുകൾ ഉള്ളതുകൊണ്ട് എനിക്ക് വരാൻ കഴിയില്ല. കൂടുതൽ കള്ളങ്ങൾ പറഞ്ഞ് വിശദീകരിക്കാൻ നിൽക്കരുത്. ഡിജിറ്റൽ മൃഗത്തെ മെരുക്കൽ. ടൈമിംഗ് ദ ഡിജിറ്റൽ ബീസ്റ്റ്. ഇന്നത്തെ കാലത്ത് നമ്മുടെ സമയത്തെ വിഴുങ്ങുന്ന ഏറ്റവും വലിയ രാക്ഷസൻ നമ്മുടെ കയ്യിലിരിക്കുന്ന സ്മാർട്ട് ഫോൺ തന്നെയാണ്. ശരാശരി ഒരു മനുഷ്യൻ ദിവസം 4 മുതൽ 6 മണിക്കൂർ വരെ ഫോണിൽ ചെലവഴിക്കുന്നു എന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. ഫോണിൽ വരുന്ന ഓരോ നോട്ടിഫിക്കേഷനും നമ്മുടെ തലച്ചോറിൽ ഡോപ്പമിൻ ഉൽപ്പാദിപ്പിക്കുകയും നമ്മെ അതിനടിമകളാക്കുകയും ചെയ്യുന്നു. ഇത് നമ്മുടെ ചിന്താശേഷിയെ ആഴത്തിൽ ബാധിക്കുന്നു. തുടർച്ചയായി ഫോൺ നോക്കുന്നതിലൂടെ നമ്മുടെ അറ്റൻഷൻ സ്പാൻ അഥവാ ഒരു കാര്യത്തിൽ ശ്രദ്ധിച്ചു നിൽക്കാനുള്ള സമയം വളരെ കുറഞ്ഞു പോയിരിക്കുന്നു. നമ്മുടെ മനക്കരുത്ത് അഥവാ വിൽ പവർ കൊണ്ട് മാത്രം ഫോൺ ഉപയോഗം കുറയ്ക്കാൻ കഴിയില്ല. അതിനായി നമ്മുടെ പരിസ്ഥിതിയിൽ മാറ്റം വരുത്തണം. അതിനുള്ള ചില പ്രായോഗിക വഴികൾ: സ്ക്രീൻ ഗ്രേ സ്കെയിൽ ആക്കുക. ഫോണിലെ ഡിസ്പ്ലേ കളർ മാറ്റി കറുപ്പും വെളുപ്പും ആക്കുക. ഇത് ഫോണിന്റെ ആകർഷണീയത കുറയ്ക്കുകയും തലച്ചോറിന് ഫോൺ ഉപയോഗിക്കാനുള്ള താല്പര്യം ഇല്ലാതാക്കുകയും ചെയ്യും. ഫോൺ മുറിക്ക് പുറത്ത് വെക്കുക. ജോലി ചെയ്യുമ്പോഴും ഉറങ്ങുമ്പോഴും ഫോൺ കയ്യെത്തുന്ന ദൂരത്ത് വെക്കരുത്. മറ്റൊരു മുറിയിലോ ബാഗിലോ വെക്കുക. ഔട്ട് ഓഫ് സൈറ്റ്, ഔട്ട് ഓഫ് മൈൻഡ്. ആപ്പ് ടൈമറുകൾ വെക്കുക. ഇൻസ്റ്റഗ്രാം, യൂട്യൂബ് തുടങ്ങിയ ആപ്പുകൾക്ക് ദിവസേന 30 മിനിറ്റ് എന്ന് ലോക്ക് വയ്ക്കുക. സമയം കഴിഞ്ഞാൽ ആപ്പ് തനിയെ അടഞ്ഞു പോകും. കമ്മ്യൂണിക്കേഷൻ ബാച്ചിങ്. ഓരോ 5 മിനിറ്റ് കൂടുമ്പോഴും ഇമെയിലും വാട്സാപ്പും തുറന്നു നോക്കുന്ന ശീലം ഒഴിവാക്കുക. പകരം ബാച്ചിങ് രീതി ഉപയോഗിക്കുക. ഇതിനായി ദിവസത്തിൽ 3 നിശ്ചിത സമയം മാത്രം മാറ്റിവെക്കുക. രാവിലെ 11 മണിക്ക് ആദ്യത്തെ ഡീപ്പ് വർക്ക് തീർന്നതിന് ശേഷം, ഉച്ചയ്ക്ക് 2:30 ഭക്ഷണശേഷം, വൈകുന്നേരം 4:30 ജോലി അവസാനിപ്പിക്കുന്നതിന് മുൻപ്. ഈ സമയങ്ങളിൽ മാത്രം വന്നിട്ടുള്ള എല്ലാ മെസ്സേജുകൾക്കും ഇമെയിലുകൾക്കും ഒന്നിച്ച് മറുപടി നൽകുക. ബാക്കി സമയങ്ങളിൽ ഈ ആപ്പുകൾ പൂർണ്ണമായും അടച്ചുവെക്കുക. ഈ ഭാഗത്തിലെ ആശയങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ താഴെ പറയുന്നവ ചെയ്യുക. 5 മിനിറ്റ് ചലഞ്ച്. നിങ്ങൾ കുറെ നാളായി മടി പിടിച്ച് മാറ്റി വെച്ചിരിക്കുന്ന ഒരു ജോലി തിരഞ്ഞെടുക്കുക. ഇന്ന് അതിനായി വെറും 5 മിനിറ്റ് മാത്രം മാറ്റിവെച്ച് ചെയ്യാൻ തുടങ്ങുക. ഒരു കാര്യത്തിന് നോ പറയുക. ഈ ആഴ്ച നിങ്ങളുടെ ലക്ഷ്യങ്ങൾക്ക് ഗുണമല്ലാത്ത മറ്റാരെങ്കിലും ആവശ്യപ്പെടുന്ന ഒരു കാര്യത്തോട് സ്നേഹത്തോടെ നോ പറയുക. ഫോൺ ഗ്രേ സ്കെയിലാക്കുക.
ഇന്ന് തന്നെ നിങ്ങളുടെ ഫോണിന്റെ സെറ്റിംഗ്സിൽ പോയി ഗ്രേ സ്കെയിൽ അല്ലെങ്കിൽ ബെഡ് ടൈം മോഡ് ഓൺ ചെയ്ത് ഫോണിന്റെ നിറങ്ങൾ മാറ്റുക. മാറ്റം സ്വയം തിരിച്ചറിയുക. സിസ്റ്റം നിലനിർത്തൽ, സസ്റ്റെയിനിങ് ദ സിസ്റ്റം, പ്രതിവാര അവലോകനം, ദ വീക്ക്ലി റിവ്യൂ. പലരും ടൈം മാനേജ്മെന്റ് പുസ്തകങ്ങൾ വായിക്കുകയോ സെമിനാറുകളിൽ പങ്കെടുക്കുകയോ ചെയ്ത ശേഷം വലിയ ആവേശത്തോടെ പുതിയ ശീലങ്ങൾ തുടങ്ങാറുണ്ട്. കലണ്ടർ വരയ്ക്കും, ആപ്പുകൾ ഡൗൺലോഡ് ചെയ്യും, 2 ദിവസം കൃത്യമായി നടക്കും. എന്നാൽ 3-ാമത്തെ ദിവസം അപ്രതീക്ഷിതമായി എന്തെങ്കിലും തിരക്കുകൾ വരുമ്പോൾ ആ പ്ലാനിംഗ് എല്ലാം തെറ്റും. അതോടെ അവർ പഴയപടിയിലാകുകയും ചെയ്യും. ഇതൊന്നും എന്നെക്കൊണ്ട് നടക്കില്ല എന്ന് പറഞ്ഞ് സിസ്റ്റം ഉപേക്ഷിക്കും. ഇവിടെയാണ് പ്രതിവാര അവലോകനം, വീക്ക്ലി റിവ്യൂ പ്രസക്തമാകുന്നത്. ഒരു പ്ലാൻ ഉണ്ടാക്കുന്നത് കൊണ്ട് മാത്രം കാര്യമില്ല. ജീവിതത്തിലെ മാറ്റങ്ങൾക്കനുസരിച്ച് അതിനെ കൃത്യമായ ഇടവേളകളിൽ മാറ്റിപ്പണിയണം. ആഴ്ചയിൽ ഒരിക്കൽ നടത്തുന്ന ഈ അവലോകനമാണ് നിങ്ങളുടെ ഉത്പാദനക്ഷമതയുടെ എഞ്ചിന് ഓയിൽ മാറ്റുന്നത് പോലെ പ്രവർത്തിക്കുന്നത്. ഓർക്കുക, ടൈം മാനേജ്മെന്റ് എന്നത് ഒരു നിശ്ചിത പ്ലാനിൽ കർശനമായി ഒതുങ്ങി ജീവിക്കലല്ല, മറിച്ച് ജീവിതത്തിലെ അപ്രതീക്ഷിത മാറ്റങ്ങളോട് പൊരുത്തപ്പെടാനുള്ള അഡാപ്റ്റബിലിറ്റി ശേഷിയാണ്. എല്ലാ വെള്ളിയാഴ്ചയും വൈകുന്നേരമോ അല്ലെങ്കിൽ ഞായറാഴ്ച രാത്രിയോ ഒരു 30 മിനിറ്റ് മാത്രം ഇതിനായി മാറ്റിവെക്കുക. ഒരു ഡയറിയും കലണ്ടറുമായി ഇരുന്ന് താഴെ പറയുന്ന 3 കാര്യങ്ങൾ ചെയ്യുക. ആദ്യഘട്ടം കഴിഞ്ഞുപോയ ആഴ്ചയെ വിലയിരുത്തുക എന്നതാണ്. കഴിഞ്ഞ ആഴ്ച ഞാൻ വിചാരിച്ച കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാധിച്ചോ? എന്റെ സമയം എവിടെയൊക്കെയാണ് നഷ്ടപ്പെട്ടത്? ടൈം ഓഡിറ്റ് പരിശോധിക്കുക. ഏതൊക്കെ ജോലികളാണ് പാതി വഴിയിൽ കിടക്കുന്നത്? ഘട്ടം 2, നിലവിലെ കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യുക. ഡയറിയിലോ ഫോണിലോ കുറിച്ചു വെച്ചിട്ടുള്ള പുതിയ ആശയങ്ങളും ജോലികളും പ്രോജക്റ്റ് ലിസ്റ്റിലേക്ക് മാറ്റുക. വരുന്ന ആഴ്ചയിൽ വരാനിരിക്കുന്ന പ്രധാനപ്പെട്ട മീറ്റിംഗുകളും ബില്ലുകളും കലണ്ടറിൽ രേഖപ്പെടുത്തുക. 3-ാമത്തെ ഘട്ടം വരാനിരിക്കുന്ന ആഴ്ചയെ രൂപകൽപ്പന ചെയ്യുക എന്നതാണ്. വരുന്ന ആഴ്ചയിലെ എൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട 3 ലക്ഷ്യങ്ങൾ, ബിഗ് 3 എന്തൊക്കെയാണ്? ആ ലക്ഷ്യങ്ങൾ പൂർത്തിയാക്കാൻ കലണ്ടറിൽ ഏത് ദിവസമാണ് ഞാൻ ടൈം ബ്ലോക്ക് ചെയ്യേണ്ടത്? ഈ പരിശീലനം നിങ്ങളുടെ പ്രവർത്തനങ്ങൾക്ക് വ്യക്തത നൽകും. ബേൺ ഔട്ട് തടയലും ഊർജ സംരക്ഷണവും. തുടർച്ചയായി വിശ്രമമില്ലാതെ ജോലി ചെയ്യുന്നത് വഴി ശരീരത്തിനും മനസ്സിനും ഉണ്ടാകുന്ന പൂർണ്ണമായ തളർച്ചയെയാണ് ബേൺ ഔട്ട് എന്ന് വിളിക്കുന്നത്. പലരും വിചാരിക്കുന്നത് കൂടുതൽ ജോലി ചെയ്താൽ കൂടുതൽ വിജയം നേടാമെന്നാണ്. എന്നാൽ വിശ്രമമില്ലാത്ത കഠിനാധ്വാനം നിങ്ങളുടെ ഉത്പാദനക്ഷമതയെ പൂജ്യമാക്കുകയേ ഉള്ളൂ. നിങ്ങൾ ഒരു ഫോൺ എത്ര നന്നായി ഉപയോഗിച്ചാലും അതിന്റെ ബാറ്ററി തീർന്നാൽ അത് ഓഫായി പോകും. മനുഷ്യ ശരീരവും അങ്ങനെ തന്നെയാണ്. ടൈം മാനേജ്മെന്റിന്റെ അന്തിമ ലക്ഷ്യം റോബോട്ടിനെ പോലെ 24 മണിക്കൂറും ജോലി ചെയ്യലല്ല, മറിച്ച് സന്തോഷത്തോടെയും ആരോഗ്യത്തോടെയും ജോലി ചെയ്ത് ജീവിക്കലാണ്. വിശ്രമം എന്നത് ജോലി ചെയ്യാതിരിക്കലല്ല, മറിച്ച് തലച്ചോറിന് ഊർജം വീണ്ടെടുക്കാനുള്ള സമയമാണ്. ഇതിനായി 2 പ്രധാന തന്ത്രങ്ങൾ ഉപയോഗിക്കാം. പൊമോഡോറോ ടെക്നിക്. 25 മിനിറ്റ് പൂർണ്ണ ഏകാഗ്രതയോടെ ജോലി ചെയ്യുക. 5 മിനിറ്റ് ബ്രേക്ക് എടുക്കുക. ഫോൺ നോക്കരുത്, നടക്കുകയോ വെള്ളം കുടിക്കുകയോ ചെയ്യുക. ഇത്തരം 4 സൈക്കിളുകൾക്ക് ശേഷം 15 മുതൽ 30 മിനിറ്റ് വരെ വലിയൊരു ബ്രേക്ക് എടുക്കുക. നിർബന്ധിത അൺപ്ലഗിംഗ്. ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും, ഉദാഹരണത്തിന് ഞായറാഴ്ച, ജോലികളിൽ നിന്നും പ്രൊഫഷണൽ മെസ്സേജുകളിൽ നിന്നും പൂർണ്ണമായി വിട്ടുനിൽക്കുക. ഈ സമയം നിങ്ങളുടെ ഹോബികൾക്കോ കുടുംബത്തോടൊപ്പം ചെലവഴിക്കാനോ പ്രകൃതിയോട് ഇണങ്ങി ജീവിക്കാനോ ഉപയോഗിക്കുക. ഇത് തിങ്കളാഴ്ച കൂടുതൽ ഊർജത്തോടെ ജോലിയിൽ പ്രവേശിക്കാൻ നിങ്ങളെ സഹായിക്കും. നിങ്ങളുടെ ടൈം മാനേജ്മെന്റ് സിസ്റ്റം ദീർഘകാലം മുമ്പോട്ട് പോകാൻ 3 കാര്യങ്ങളിൽ വിട്ടുവീഴ്ച ചെയ്യരുത്. ഉറക്കം. ദിവസവും 7-8 മണിക്കൂർ ആഴത്തിലുള്ള ഉറക്കം തലച്ചോറിലെ വിഷാംശങ്ങളെ നീക്കം ചെയ്യാനും ഓർമ്മശക്തി കൂട്ടാനും അത്യന്താപേക്ഷിതമാണ്. ഭക്ഷണം, ന്യൂട്രീഷൻ. പഞ്ചസാരയും ജങ്ക് ഫുഡും പെട്ടെന്ന് ഊർജം തരുമെങ്കിലും പിന്നീട് ശരീരത്തെ കൂടുതൽ തളർത്തും. പോഷക ഗുണമുള്ള ഭക്ഷണം ശീലമാക്കുക. വ്യായാമം. ദിവസവും 20 മിനിറ്റ് വ്യായാമം ചെയ്യുന്നത് വഴി ശരീരത്തിൽ എൻഡോർഫിൻ ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും അത് ദിവസം മുഴുവൻ പോസിറ്റീവായിരിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഈ പുസ്തകത്തിലൂടെ നമ്മൾ കടന്നുപോയത് കേവലം ചില ടൂളുകളോ ആപ്പുകളോ പരിചയപ്പെടാനല്ല, മറിച്ച് ജീവിതത്തോടുള്ള നമ്മുടെ കാഴ്ചപ്പാട് മാറ്റാനാണ്. സമയം ഒഴുകിപ്പോയിക്കൊണ്ടേയിരിക്കും. അതിനെ തടഞ്ഞു നിർത്താൻ നമുക്കാർക്കും കഴിയില്ല.
എന്നാൽ ആ സമയത്തിന്റെ നിയന്ത്രണം മറ്റുള്ളവർക്ക് വിട്ടുകൊടുക്കാതെ സ്വന്തം കൈപ്പിടിയിൽ ഒതുക്കി അർത്ഥവത്തായ ലക്ഷ്യങ്ങൾക്കായി ഉപയോഗിക്കുമ്പോഴാണ് ജീവിതം മനോഹരമാകുന്നത്. ഇന്ന് തന്നെ, ഈ നിമിഷം തന്നെ നിങ്ങളുടെ ആദ്യത്തെ ഡീപ് വർക്ക് ആരംഭിക്കൂ. ഇതുപോലുള്ള വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുമല്ലോ. നന്ദി.